ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ. ദൈവം പറഞ്ഞ പ്രോമിസിനകത്ത് തൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന അവിശ്വാസമുണ്ട്. ഒരു വാഗ്ദത്തം ദൈവം പറഞ്ഞു, ദൈവം ഒരു ഗിഫ്റ്റ് പറഞ്ഞു, എന്നാൽ അത് പറഞ്ഞ സെക്കൻഡിൽ തന്നെ അതിന് വിരോധമായിട്ട് ഒരു അവിശ്വാസം കയറി വരികയാണ്. അതവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ സംശയിക്കാതെ എന്നല്ല, അവിശ്വാസത്താൽ എന്ന് വെച്ചാൽ ഒരു അവിശ്വാസം കയറി വരുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് രാത്രിയിൽ വന്ന് പറയുന്നുണ്ട്, നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കണം. ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം കിടക്കുമ്പോൾ തന്നെ കാരാഗ്രഹത്തിനകത്ത് വെച്ച് അവസാനിപ്പിക്കുവാൻ പല ഭാഗത്ത് പദ്ധതികൾ ഒരുങ്ങി വരുമ്പോഴും തൻ്റെ ജീവിതത്തിനകത്ത് ധൈര്യം ചോർന്നുപോയ നിമിഷങ്ങളുമുണ്ട് അപ്പോസ്തലൻ്റെ ജീവിതത്തിനകത്ത്. പക്ഷേ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിശ്വാസമുണ്ട്. എന്നെ റോമയിൽ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞൊരു വിശ്വാസം. അതിന് വിരോധമായിട്ട് പൗലോസിൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ കയറി വരികയാണ്. പുറത്ത് 40 പേര് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ തന്നെ കൊന്നുകളയാൻ പദ്ധതിയിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജീവിതത്തിനകത്ത് അവിശ്വാസം കയറി വരാം. കാരണം റോമയിൽ നിർത്താമെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ ഇല്ല കൂടെ എന്ന് ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പടകിനകത്ത് തിര തള്ളിക്കയറുമ്പോഴും അമരത്ത് തലവച്ച് കിടന്നുറങ്ങുന്ന യേശുവിനെ ശിഷ്യന്മാർ ഉണർത്തിയപ്പോൾ യേശു പറഞ്ഞൊരു പദമുണ്ട്, അല്പവിശ്വാസിയെ നീ എന്തിനാ സംശയിച്ച്. പ്രിയരെ, ഈ അവിശ്വാസം എന്ന് പറയുന്നത്, ഈ അല്പവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ചില വാഗ്ദത്തത്തെ ഉടച്ചു കളയാൻ ശത്രു കൊണ്ട് വിതയ്ക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. നമ്മൾ നിൽക്കുന്ന വിഷയത്തിനകത്ത് നമ്മൾ ശക്തിപ്പെടണം. നമുക്ക് ദൈവം തന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് ശക്തിപ്പെടണം. അവിശ്വാസം കൊണ്ടിടുമ്പോഴും ആത്മാവിൽ പറയണം, ഇല്ല, എന്നെ നിത്യതയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞൊരു നല്ല അപ്പൻ എനിക്കുണ്ട്. അവിടെ പറയുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്തതാണ്. പ്രിയരെ, തകർത്ത് കളയാൻ പിശാച് 4 പാടും വാട കോരാൻ നിൽക്കുമ്പോൾ ആത്മാവിൽ ആരാധിച്ച് പറ, എൻ്റെ ദൈവം ജീവിക്കുന്നു, എന്നെ ദൈവം നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് വിളിച്ചേ, എന്നെ ദൈവം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയ ദൈവം എന്നെ അവിടെ കൊണ്ടുപോകാനാണ് വിളിച്ചേ. എൻ്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ മുറുകെ പിടിച്ച് കർത്താവ് ഒരുക്കിയ ഭവനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.